മലപ്പുറം കാളികാവ് കടുവയെ പിടികൂടാൻ ദൗത്യം തുടരുന്നതിനിടെ വീണ്ടും കടുവയെ കണ്ടു. പാന്തറ പുറ്റള നഗറിന്റെ സമീപത്താണ് കടുവയെ കണ്ടത്. കടുവയെ കണ്ട ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നു. യൂനുസ് തുടരുന്നു. യൂനുസ്, ഇപ്പോൾ കടുവയെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? സച്ചിൻ, 1.5 മാസം മുമ്പ് ഒരു ടാപ്പിംഗ് തൊഴിലാളി കരുവാരക്കുണ്ടിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ ഒരു കടുവയുടെ ആക്രമണത്തിൽ. ഈ കടുവയാണ് 1.5 മാസമായി ഒരു തെരച്ചിൽ അവിടെ തുടരുകയാണ്. വനംവകുപ്പിന്റെ തെരച്ചിൽ അവിടെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പാന്തറ ഊട്ടിള കോളനിയിലെ ഈ സമീപത്താണ് ഇന്ന് കടുവയെ ഇപ്പോൾ കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൗത്യ സംഘം മുഴുവനായിട്ട് എല്ലാ ദൗത്യ സംഘവും ഇവിടെ തെരച്ചിൽ തുടരുകയാണ്. നിലവിൽ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ നിരവധി തവണ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ 1.5 മാസമായിട്ടും ഈ കടുവയെ കണ്ടെത്താനായില്ല. വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. 1.5 മാസം മുമ്പ് ഒരാൾ കൊല്ലപ്പെട്ടു. പിന്നീട് പല ഭാഗങ്ങളിൽ ഈ കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുവരെ അന്ന് മുതൽ 1.5 മാസത്തോളമായി ഈ തെരച്ചിൽ നടക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ ഈ കടുവയെ കണ്ടെത്താനായില്ല. നാളെയും ദൗത്യം തുടരുമെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. സച്ചിൻ, ശരി. മലപ്പുറം മണ്ണാർ മലയിൽ വീണ്ടും പുലിയെത്തി. നാട്ടുകാർ വെച്ച നിരീക്ഷണ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പുലി മറ്റൊരു ജീവിയെ കടിച്ച് റോഡ് മുറിച്ചു കടന്ന് പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ എന്റെ പുലിനെ ഞങ്ങൾ നാട്ടുകാർ വെച്ച ക്യാമറയിൽ പുലി കുടുങ്ങിയിട്ടും ഇത്രത്തോളം തെളിവുകൾ ഉണ്ടായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിസ്സംഗത തുടരുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം ഞങ്ങളുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരും. ഇപ്പം ഇന്ന് കണ്ടത് ഒരു ജീവിനെ പിടിച്ചുകൊണ്ടാണ്. ഇനി ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്നത് കാണാനാണ് വനംവകുപ്പ് നിൽക്കുന്നത് വെച്ചാൽ വലിയ പ്രക്ഷോഭം മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വലിയ പ്രക്ഷോഭങ്ങൾ ഇനി ഉണ്ടാവും, വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. യൂനുസ് തുടരുന്നുണ്ട്. യൂനുസ്, ഇത് സ്ഥിരമായിട്ട് വന്യജീവികൾ ഇറങ്ങുന്നൊരു പ്രദേശമാണോ ഇത്? സച്ചിൻ, തീർച്ചയായിട്ടും ഈ മലപ്പുറം മണ്ണാർമലയിൽ സ്ഥിരമായി വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പലവട്ടം ഈ നാട്ടുകാർ അത് ഉന്നയിച്ചതുമാണ്. നാട്ടുകാർ അവിടെ പ്രത്യേകമായ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി തവണ ഈ ക്യാമറയിൽ ഈ വന്യജീവികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പലതവണ ഈ പുലിയെ അവർ കണ്ടിട്ടുണ്ട്. അധികൃതരുമായി നിരവധി തവണ അവർ സംസാരിച്ചു. പലതവണ ഈ ആക്രമണ ഭീഷണി അവർ ഈ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ യാതൊരു നടപടി ഉണ്ടായില്ല എന്ന് ഈ നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഇപ്പൊ പുലിയെ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞത്. ഈ മറ്റൊരു ജീവിയെ കടിച്ച് ഈ റോഡ് മുറിച്ച് കടക്കുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങളിൽ പുലി ഉള്ളത്. അതോടൊപ്പം നിരവധി തവണ അധികൃതരുമായി ബന്ധപ്പെട്ടു. പലതവണ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധവുമായി പോയി ഉപരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നും എന്നിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല എന്നാണ് മണ്ണാർമലയിലെ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ഒരു പ്രദേശം, പ്രത്യേകിച്ച് കാളികാവ്, കരുവാരക്കുണ്ട്, പോത്തുകൽ, നിലമ്പൂർ, ഈ ഒരു മലപ്പുറത്തെ മലയോര മേഖലകൾ തുടർച്ചയായിട്ടുള്ള ഈ വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. വനം വകുപ്പ് നോക്കുകുത്തിയാണെന്നുള്ള ഒരു ആക്ഷേപം വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചയാണ് ഈ വാണിയമ്പുഴ ഉന്നതിയിലെ നിലമ്പൂർ വാണിയമ്പുഴ ഉന്നതിയിലെ ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് നിരവധി ഈ ആക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങൾ ഈ ഒരു പ്രദേശങ്ങളിൽ, ഈ ഒരു മലയോര മേഖലകളിൽ ഉണ്ട്. വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധവുമുണ്ട്. സച്ചിൻ.